ഫ്രീദുവിൻ്റെ അമ്മ വന്നപ്പം മുതൽ ഫ്രീദുവിൻ്റെ ക്ലാസ് എടുക്കുക, ഫ്രീദുവിൻ്റെ പുറകെ നടന്ന് ക്ലാസ് എടുക്കുക. മറ്റാരുമായിട്ട് സംസാരിക്കാനുള്ള സമയമില്ല, ഫ്രീദുവിന് മികച്ച ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത് ഫ്രീദു അല്ലായിരുന്നു വരേണ്ടത്, ഫ്രീദുവിൻ്റെ അമ്മയായിരുന്നു ബിഗ് ബോസിലേക്ക് വരേണ്ടത് എന്ന് തോന്നി. ഫ്രീദുവിൻ്റെ അമ്മ പറയുകയാണ്, നീ എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്യണം, നീ ഒന്നോ രണ്ടോ പേരിലൊന്നും ഒതുങ്ങി നിൽക്കാൻ പാടില്ല, ഭാഗ്യം കൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നതെന്ന് ആരെ കൊണ്ടും പറയിപ്പിക്കരുത് എന്നൊക്കെ തന്നെ പറഞ്ഞ് അവസാനം ബിഗ് ബോസ് പിടിച്ചൊരു വാണിംഗ് കൊടുക്കുന്നുണ്ട്. മത്സരാർത്ഥികളുടെ മത്സരവീര്യം തകർക്കുന്ന രീതിയിലൊന്നും പറയാൻ പാടില്ല എന്നല്ലേ പറഞ്ഞു വിട്ടത്. അതിനി ആവർത്തിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്ന അവസ്ഥയിലാണ് ഫ്രീദുവിൻ്റെ അമ്മ ചെന്ന് എത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ വന്ന കുടുംബങ്ങളെ വാണിംഗ് കൊടുക്കുന്ന ആദ്യത്തെ വ്യക്തി ഫ്രീദുവിൻ്റെ അമ്മയായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഫ്രീദുവിൻ്റെ അമ്മ ഈ ബിഗ് ബോസിലെ മത്സരത്തിന് വരുന്നെങ്കിൽ അത് വേറെ ലെവലായി മാറിയേനെ. അപ്പം ഫ്രീദുവിൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, നീ ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ ഉടനെ നീ കിടന്നോണം. അത് എനിക്ക് തോന്നുന്നു അർജുനുമായിട്ടുള്ള കോമ്പോ അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ചിലരെ മാത്രം ചുറ്റിപ്പറ്റിയിരിക്കുന്നതിൻ്റെ കളി അവസാനിപ്പിക്കേണ്ട സമയമായി. അർജുൻ്റെ കോമ്പോ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെയാണ് ഫ്രീദുവിൻ്റെ അമ്മ ഉദ്ദേശിക്കുന്നത്. അത് എനിക്കതങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഫ്രീദു എന്ന് പറയുന്ന വ്യക്തിയെ അല്പമെങ്കിലും ആൾക്കാർ ശ്രദ്ധിച്ചത് എന്ന് പറയുന്നത് ഈ അർജുനും ഫ്രീദുവും തമ്മിലുള്ള കോമ്പോ ഉള്ളത് കൊണ്ട് മാത്രം. അല്ലാതെ ഫ്രീദു അങ്ങനെ പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യുന്നില്ല. ഈ കോമ്പോയിലായിരുന്നെങ്കിൽ ഫ്രീദു എന്നേ ഔട്ടായേനെ അല്ലേ. ആ അവസ്ഥയാണ് ഫ്രീദു ചെന്ന് എത്തി നിൽക്കുന്നത്. ഫ്രീദുവിൻ്റെ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒറ്റയ്ക്ക് കളിക്കണം, ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം, അതുപോലെ നീ എപ്പോഴും മാറി നിൽക്കാൻ പാടില്ല, പലരെയും കണ്ടു പഠിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു. അതുപോലെ നിന്നെ നോമിനേഷന് മറ്റുള്ള മത്സരാർത്ഥികൾ ഇടുമ്പോൾ നിനക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെന്ന് നീ മനസ്സിലാക്കണം, അവർ പറയുന്നത് നീ ഉൾക്കൊള്ളണം എന്നൊക്കെ എന്നുള്ള നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ പറയുന്നുണ്ട് ജിൻഡോയെ കണ്ട് പഠിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം ഫ്രീദു ചോദിക്കുന്നുണ്ട്, ജിൻഡോ പറയുന്നത് മൊത്തം കള്ളമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം കള്ളം പറഞ്ഞോട്ടെ, പക്ഷേ പുള്ളി മികച്ച ഒരു ഗെയിമർ ആണ് എന്ന് ഫ്രീദുവിൻ്റെ അമ്മയും ഫ്രീദുവിനെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പം ബിഗ് ബോസിൽ വന്ന മത്സരാർത്ഥികളെല്ലാവരുടെയും മാതാപിതാക്കൾ പറയുന്നത് ജിൻഡോയെ കണ്ടുപിടിക്കണം. അവരുടെ ഇത് കേട്ട് കഴിയുമ്പോൾ അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. ജിൻഡോയ്ക്ക് ഇത്രയും സപ്പോർട്ടോ എന്ന് അവർ മനസ്സിൽ കരുതുന്നുണ്ടാകാം.